എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ യോങ്ങും ഹ്യോങ്ങും കൂടെ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഒരുമിച്ചുള്ള സ്യോജോങ്ങിനെയും ഹാനിനെയാണ്. ഇപ്പൊ കാര്യങ്ങളെല്ലാം യോങ് സ്യോജോങ്ങിന്റെ അടുത്ത് നിന്ന് അറിയും. അവളിങ്ങനെ വീണ കാര്യവും ഹോസ്പിറ്റലായ കാര്യവും സ്യോജോങ്ങിനോട് യോങ് അവിടെ അഡ്മിറ്റ് ആവാൻ പറയുന്നുണ്ടെങ്കിലും അവൾ കേൾക്കുന്നില്ല. യോങ്ങിനാണെങ്കിൽ ഇപ്പൊ ഹിക്കപ്സിന്റെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അത് കണ്ട് ഹ്യോങ് അവൾക്ക് ഡ്രിങ്ക്സ് കൊണ്ട് കൊടുക്കുമ്പോൾ ആ ഡ്രിങ്ക്സ് എടുത്ത് മാറ്റി വെച്ച് ഹാൻ അവൾക്ക് വേറൊരെണ്ണം കൊണ്ട് കൊടുക്കും. എന്നിട്ട് ഹ്യോങ് വാങ്ങിക്കൊടുത്തത് അവൻ കുടിക്കും. ഹ്യോങ്ങിനത് കണ്ട് എന്തോ പോലെ ആവുന്നുണ്ട്. ഹാനാണെങ്കിൽ യോങ്ങിനെ ഇങ്ങനെ കെയർ ചെയ്യുന്നത് സ്യോജോങ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചേർമ്മൻ അങ്ങോട്ടേക്ക് ഓടി വരും. അവൻ അവളെ ഹോസ്പിറ്റലൈസ് ചെയ്യും. സ്യോജോങ്ങിനെ താൻ ആദ്യം കണ്ട കാര്യവും അത് ഹാനിനോട് പറയാൻ വന്നപ്പോൾ പറയാൻ പറ്റാണ്ട് പോയ കാര്യവും യോങ് അവനോട് പറയും. ഹാനാണെങ്കിൽ ഇപ്പോഴും സ്യോജോങ്ങിനെ കണ്ടതിലെ ഷോക്കിലാണ്. യോങ്ങിനെ പറഞ്ഞു വിട്ട് സ്യോജോങ്ങിനെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ഹാനിനോട് അവനിപ്പോ എങ്ങനെ ഇരിക്കുന്നേന്നുള്ള കാര്യം ചോദിക്കുവാണ് അവള്. താൻ ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് അവൻ പറയും. പെട്ടെന്ന് നേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. രാവിലെ ഹോസ്പിറ്റലിലേക്ക് സ്യോജോങ്ങിന് വേണ്ടി മെയ്ഡ് കൊണ്ടുവരുന്ന ഫുഡൊന്നും അവൾ കഴിക്കുന്നില്ല. ഈ ഒരു കാര്യം മെയ്ഡിന്റെ അടുത്ത് നിന്ന് ഹാനു അറിയുന്നുണ്ട്. ഇത് കേട്ടതുകൊണ്ട് തന്നെ അവന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു മനസമാധാനമില്ല. അതുകൊണ്ട് തന്നെ ആ ഭക്ഷണം പാക്ക് ചെയ്ത് അവൻ അവൾക്ക് കൊണ്ടു കൊടുക്കും. അത് കൊടുത്ത് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന അവനോട് ഞാൻ കഴിച്ചു തീരുന്നത് വരെ നീ എന്റെ കൂടെ ഇരിക്കുമെന്ന് ചോദിക്കുകയാണ് അവൾ. അങ്ങനെ രണ്ടുപേരുടെ ടെറസിലോട്ട് പോകും. പണ്ട് ഇവന്റെ കൂടെ ഡേറ്റിങ്ങിന് പോയപ്പോ എങ്ങനെയാണോ അവള് കഴിച്ചത് അങ്ങനെ തന്നെയാണ് അവൾ ഇപ്പോഴും കഴിക്കുന്നത്. ഇത് കണ്ട് നിനക്കൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് പറയണവൻ. ഞാൻ ഇങ്ങനെ കഴിക്കുന്നത് എന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങനെ കഴിക്കുന്നത്. സത്യത്തിൽ അന്ന് നിന്റെ കൂടെ ഡേറ്റിങ്ങിന് വന്ന ദിവസം ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. അങ്ങനെ ഒരു ഫാൻസി റെസ്റ്റോറന്റിൽ ഞാൻ കയറുന്നതേ ആദ്യമായിട്ടാ. ഞാൻ അവിടെ എത്ര ബുദ്ധിമുട്ടിയിരുന്നേന്ന് നിനക്ക് അറിയാമെന്ന് ചോദിക്കുമ്പോൾ പക്ഷെ നിന്നെ കണ്ടപ്പോ അന്ന് അങ്ങനെയൊന്നും തോന്നിയില്ല എന്ന് പറഞ്ഞ് ചിരിക്കുകയാണവൻ. അവനെ ചിരിച്ച് പിന്നെയും കണ്ടപ്പോ അവൾക്കൊരു സമാധാനം. ഇനി നിന്നെ കാണുവാണെങ്കിൽ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. നീ അന്നെന്തിനാ എന്നെ ബ്രേക്കപ്പ് ചെയ്തേ? അതിനുശേഷം മ്യൂസിക് ഷോപ്പിലോട്ട് പോയ ഞാൻ അവിടെ വെച്ച് നിന്റെ ഒരു നോട്ട് കണ്ടു. പറ എന്തായിരുന്നു കാര്യം? അത് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. അല്ലെങ്കിലും കുറെ നാളായില്ലേ. എന്തായാലും നീയും യോങ്ങും ഇപ്പൊ വലിയ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. അവളിപ്പോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അവളില്ലാത്തൊരു ലൈഫെ ആലോചിക്കാൻ പറ്റാത്ത പോലെയാണ് ഇപ്പോ എന്ന് അവൻ പറയും. രാത്രി ഷോപ്പൊക്കെ പൂട്ടിയിറങ്ങുന്ന യോങ്ങിന്റെ അടുത്തേക്ക് ഇപ്പൊ സ്യോജോങ് വരാണ്. ഞാൻ ഹോസ്പിറ്റലിന്റെ മതിൽ ചാടിയാ വരുന്നതെന്നും പറഞ്ഞു. ഇത് കണ്ട് ഷോക്കായിട്ട് നിൽക്കുന്ന യോങ്ങിനോട് തന്റെ കൂടെ വന്ന ഹാനിനെ അവള് കാണിച്ചു കൊടുക്കും. രണ്ടുപേരും കൂടെ യോങ്ങിനെ പറ്റിച്ചതാണ്. അങ്ങനെ 3 പേരും കൂടെ പോയി ഭക്ഷണം കഴിക്കും. കഴിക്കുന്നതിനിടയിൽ ഹാനിന് സ്പൈസി ഫുഡ് താങ്ങാനുള്ള ശേഷിയില്ല എന്നുള്ള കാര്യം യോങ് സ്യോജോങ്ങിനോട് പറയും. ഇത് കേട്ട് അവൾ അവനെ കളിയാക്കുന്നുണ്ട്. എന്നാൽ അവരുടെ മുന്നിൽ കൊച്ചാവാതിരിക്കാൻ വേണ്ടി തന്നെ തനിക്ക് ഇപ്പൊ ആ പ്രശ്നമൊന്നുമില്ലാന്നും പറഞ്ഞ് അടുത്തിരിക്കുന്ന സ്പൈസി ഫുഡ് എടുത്ത് വലിയ കാര്യത്തിൽ കഴിക്കും. എന്നാൽ കുറച്ചു നേരം പോലും അവന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് എരിവായിരുന്നു അതിന്. ഇവന്റെ കോപ്രായം കണ്ട് രണ്ടെണ്ണത്തിനും ചിരി അടക്കാൻ പറ്റുന്നില്ല. പോകുന്ന വഴി അതും പറഞ്ഞ് അവനെ കുറെ കളിയാക്കും. ഇതേ സമയം ഡ്രൈവർ ജോണിന് ഒരു മനസമാധാനവുമില്ല. ഷോയുടെ മോളെ കണ്ടതും അവളിപ്പോ ഹസ്ബൻഡ് ഇല്ലാതെ ഒറ്റയ്ക്കാണ് മോളെ വളർത്തുന്നതെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ജോണിപ്പോ നേരെ റെസ്റ്റോറന്റിലേക്ക് വരും. സൂജിൻ അവിടെ ഇരുന്ന് ഹോംവർക്കും ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും. അവളോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഹോസോക്കും വരുന്നത്. എന്ന് എനിക്ക് തോന്നുന്നു സൂജിന്റെ അച്ഛൻ ജോൺ ആണെന്ന കാര്യം ആർക്കും അറിയില്ലാന്ന്. ഡ്രൈവർ ജോണിനെ കുറെ കാലം കഴിഞ്ഞ് കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഹോസോക്ക്. ഞാൻ ഫുഡ് എടുത്ത് തരാമെന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് പോകുമ്പോൾ കൊച്ചിനോട് ഓരോ കാര്യങ്ങളും മിണ്ടിയും പറഞ്ഞിരിക്കുകയാണ് അയാൾ. എന്നാൽ മോള് പോയി മിഠായി വാങ്ങിക്കോളാൻ പറഞ്ഞ് അവൻ കുറച്ച് ക്യാഷും കൊടുക്കും. എന്ന ഇതും കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചോയ് വരുന്നത്. ദേഷ്യം വരുന്ന ചോയ് ആണെങ്കിൽ അവൻ ഒരുപാട് വഴക്ക് പറഞ്ഞ് അവനെയും പിടിച്ചു വലിച്ച് പുറത്തേക്ക് പോവാണ്. പക്ഷെ ഇവൾ എന്ത് ഇങ്ങനെ പെരുമാറുന്നതെന്ന് അറിയാത്ത സംശയത്തിലാണ് ജോൺ. ഞാൻ നിന്നെ കണ്ട സന്തോഷത്തിലും പിന്നെ എന്തോ ആ കൊച്ചിനെ കണ്ട വിഷമത്തിലും വന്നതാ. ആ കൊച്ചിനെ കുറച്ച് പൈസ കൊടുത്തതിൽ ഇപ്പൊ എന്താ പ്രശ്നം? എന്റെ കൊച്ചിന് തന്റെ പൈസയൊന്നും ആവശ്യമില്ല. നോക്കി ഇനിയും ഞാൻ ഈ കാര്യം പറയില്ല. ഇനി മേലാൽ ഇങ്ങോട്ടേക്ക് വന്നു പോരുത്. ശരിക്കും നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ച് അവളുടെ കൈ വിടാതെ അവൻ നിൽക്കുന്നത്. അങ്ങോട്ടേക്ക് വരുന്ന സംജോൾ അത് എടുത്തു മാറ്റി ഞാൻ ഇവളുടെ ബോയ് ഫ്രണ്ടാ, എന്താ നിന്റെ പ്രശ്നമെന്ന് ചോദിക്കും. പെട്ടെന്ന് സംജോൾ അങ്ങനെ പറയുമ്പോൾ ഷോയും ഷോക്കായി പോകും. ജോൺ അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ഷോയ് അവനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അങ്ങനെ പറഞ്ഞെന്ന്. ആൾക്കാർ ആരെങ്കിലും കേട്ടിരുന്നെങ്കിൽ അവർ നിന്നെ കുറിച്ച് എന്ത് വിചാരിക്കായിരുന്നു? എന്തിനാ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അയാളാണ് സൂജിന്റെ അച്ഛനെന്ന് എനിക്കറിയാം. അതുപോലെ അയാൾ നിന്റെ അടുത്തേക്ക് വരുന്നത് നിനക്ക് ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു. ഇനി നമുക്ക് ആ കള്ളത്തിൽ തന്നെ മുന്നോട്ട് പോകാമെന്ന് സംജോട് പറയും. ഇതേ സമയം യോങ്ങും സ്യോജോങ്ങും ഹാനും കൂടെ കറങ്ങി നടക്കുകയാണ്. യോങ്ങും സ്യോജോങ്ങും ഒരുമിച്ച് പോയി ഷോപ്പിംഗ് ചെയ്യും. പാർക്കിന് റെസ്റ്റോറന്റിൽ ഇപ്പൊ അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. സ്യോജോങ്ങും എല്ലാവരുടെയും കൂടെ പാർക്കിനെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പൊ അവിടെയുണ്ട്. അന്ന് ഒരുമിച്ച് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കും. ചേർവുമാണ് സ്യോജോങ് ഈ ഇടയായിട്ട് എവിടെയൊക്കെയോ കറങ്ങി നടക്കുന്നുണ്ടെന്ന കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ സീക്രട്ടായിട്ട് അവളെ വാച്ച് ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഇപ്പൊ ചേർവുമണെ വിളിച്ചു പറയും. അവള് പണ്ട് ബസ് കണ്ടക്ടർ ആയിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു ഫ്രണ്ടിനെ ഡെയിലി ഇപ്പൊ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫ്രണ്ടിന്റെ അമ്മയുടെ റെസ്റ്റോറന്റിലാണ് അവള് പലപ്പോഴും ഉണ്ടാവാറ്. ഇടയ്ക്കിടയ്ക്ക് അവർ ഒരുമിച്ച് കൂടാറുണ്ടെന്ന കാര്യമൊക്കെ പറയും. ഇതേസമയം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന മിസ്റ്റർ കിം അവിടുത്തെ നഴ്സുമാരുടെ സംസാരം അറിയാതെ കേൾക്കാൻ ഇടവരും. അവർ സംസാരിക്കുന്നത് ഹാനിനെ കുറിച്ചാണ്. ഹാൻ ഒരു ബ്രില്യൻ ഡോക്ടറാണ് എന്നൊക്കെ. അത് പിന്നെ എന്റെ മോനല്ലേ അങ്ങനെ തന്നെയല്ലേ വരൂന്നും വിചാരിച്ച് കിം മനസ്സിൽ സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് അയാൾ കേട്ട കാര്യങ്ങൾ കുറച്ച് ഷോക്കിംഗ് ആയിരുന്നു. ആ അച്ഛനെ കൊണ്ട് ഹാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോയേനെ. ആർക്കാ പുള്ളിയുടെ സ്വഭാവം കണ്ടു നിൽക്കാൻ പറ്റുന്നേ? ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കരുതെന്നും പറഞ്ഞ് ആ ഹാൻ കാല് പിടിച്ചിട്ട. പാരന്റ്സിന്റെ കാര്യത്തിൽ മാത്രം ഡോക്ടർക്ക് ഭാഗ്യമില്ലാന്ന് തോന്നുന്നു. ഇത് കേൾക്കുന്ന കിം വല്ലാണ്ടായി പോകുന്ന വഴി താഴെ വീഴുന്നതും ഈ നഴ്സുമാരെ തന്നെ അയാളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. കേട്ടാകുമ്പോൾ മടങ്ങി വരുന്ന സ്യോജോങ്ങിനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ചേർന്നുമാൻ.
നീ നിന്റെ പണ്ടത്തെ ആൾക്കാരെ കാണാൻ പോയതായിരുന്നല്ലേ? അവരെയൊന്നും കാണരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? എന്നിട്ട് നീ എന്നോട് കള്ളം പറഞ്ഞു. ആ തെരുവിൽ കിടക്കുന്നവരെ കാണാനാണോ നീ എന്നോട് കള്ളം പറഞ്ഞു പോയെന്ന് ചോദിക്കുന്നത്? ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ അമ്മയോട് കള്ളം പറഞ്ഞത്. ഞാൻ പറഞ്ഞ അമ്മ അനുവദിക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ അമ്മ ഈ പറഞ്ഞ തെരുവിൽ കിടക്കുന്നവരാണ് എനിക്ക് എന്റെ പാസ്റ്റിൽ ഒരു ലൈഫ് വന്നത്. എനിക്കിപ്പോ എല്ലാം മടുത്തു തുടങ്ങി. ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് ഒരുപാട് ശ്വാസം മുട്ടുന്നുണ്ട്. അമ്മയുടെ സ്നേഹം എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നു. നിങ്ങൾ എന്നെ നിങ്ങളുടെ മകളുടെ പകരക്കാരിയായിട്ടാണ് കാണുന്നതെന്ന് പറയുന്നതും ആരാടി നീ എന്റെ മോളുടെ പേര് പറയാനെന്നും പറഞ്ഞ് ചെയർവുമൺ വല്ലാണ്ട് ഷൗട്ട് ചെയ്യാണ്. ഒന്നും പറയാതെ സ്യോജോങ് ഇപ്പൊ ആ മഴയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇതേസമയം പാർലറിൽ ഹ്യോന്റെ ഹെയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യോങ്. പാർലറിന്റെ ഡയറക്ടറും സീനിയേഴ്സും ഒക്കെ കുറച്ച് ബിസി മീറ്റിംഗിലാണ്. ഈ വരുന്ന മിസ് കൊറിയ ഞങ്ങളുടെ പാർലറിൽ നിന്ന് തന്നെ വരണമെന്നാണ് അവരുടെ വാശി. അതിന്റെ പിറകിലാണ് എല്ലാവരും എന്ന് യോങ് പറയുമ്പോൾ വേറെ ആൾക്കാരെ എന്തിനാ നോക്കുന്നേ? നിനക്ക് തന്നെ അങ്ങ് മത്സരിച്ചൂടെ എന്ന് പറയാണ് ഇവൻ. അത് കേട്ട് ഇങ്ങനെ അസ്ഥാനത്ത് കോമഡി അടിക്കലേന്നും പറഞ്ഞ് അവൾ അവനെ ചീത്ത പറയുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ചോദിച്ചതുപോലെ അവൻ വീണ്ടും ചോദിക്കും, നമുക്ക് ഒരുമിച്ച് പോയിട്ട് ഭക്ഷണം കഴിച്ചാലോ എന്ന്. എന്നാൽ അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും തനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ടെന്ന കാര്യം അവൾ പറയും. ഓ, ഇപ്രാവശ്യം ഹാനാണോ കാരണം? എനിക്ക് ശരിക്കും അവൻ ഇഷ്ടപ്പെടുന്നേ ഇല്ല എന്ന് പറയുവാണ്. ഇത് കേട്ട് ഹ്യോൺ എന്തായാലും നല്ല മഴയല്ലേ പുറത്ത്, താൻ കൊണ്ടാക്കി തരാൻ നമ്മൾ പറയും. ഹാനാണെങ്കിൽ പുറത്ത് നല്ല മഴ കണ്ട് യോങ് വരുമ്പോൾ മഴയത്ത് നനയുമല്ലോ എന്ന് വിചാരിച്ച് കുടയും കൊണ്ട് ഹോസ്പിറ്റലിന് താഴേക്ക് ചെല്ലുമ്പോഴാണ് മഴയത്ത് നനഞ്ഞു വരുന്ന സ്യോജോങ്ങിനെ കാണുന്നത്. നീ എന്താ കുട എടുക്കാണ്ടാണോ വന്നതെന്ന് ചോദിച്ച് ചീത്ത പറഞ്ഞ് ഇവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് എന്തോ ഒരു പ്രശ്നം ഇവൾക്കുണ്ടെന്ന കാര്യം ഇവന് മനസ്സിലാവുന്നത്. അവനെ കാണുന്നതും ഹാനെന്ന് പറഞ്ഞ് അവൾ അവനെ ഹഗ് ചെയ്ത് കരയും. ഈ ഒരു കറക്റ്റ് സമയത്താണ് ഹ്യോണും യോങ്ങും കൂടെ അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്നാൽ സ്യോജോങ്ങിന്റെയും ഹാനിന്റെയും ഈ ഒരു സീന് യോങ് കാണാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഹ്യോൺ അവളെ പിടിച്ച് തിരിച്ച് നല്ല മഴയല്ലേ നമുക്ക് പോയി ചായ കുടിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് അവളെയും കാതെ കയറ്റി അവിടെ നിന്ന് പോവാണ്. കാരണം ഇവൻ അറിയാമായിരിക്കും ഹാനിനോടുള്ള ഇവളുടെ താല്പര്യം. ഈ ഒരു കാഴ്ച കണ്ടാൽ അവൾക്ക് ഒരുപാട് സങ്കടമാകുമെന്നും അവനറിയാം. ഹാൻ അവളെയും കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എടുത്തി അവൾക്ക് ചായയൊക്കെ വാങ്ങിക്കൊടുക്കും. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവം ഇങ്ങനായിപ്പോയി. മറ്റുള്ളവരെ ടെൻഷൻ അടുപ്പിക്കല എപ്പോഴും എന്റെ പണിയെന്ന് പറയുന്ന സ്യോജോങ്ങിനോട്. അത് ശരിക്കും നിന്റെ ഒരു ഭംഗിയും കൂടെയാണെന്ന് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുവാണ് ഹാൻ. ഇത് കേട്ട് എന്തായാലും ഇത് വർക്കായെന്നും പറഞ്ഞ് ചിരിക്കുവാണ് സ്യോജോങ്. നിനക്കറിയാലോ ഹാൻ, ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലെ ജനിച്ച്. അന്ന് ഞാൻ ഓർത്തു ഒരു റിച്ച് ഫാമിലി ജനിക്കുമായിരുന്നെങ്കിൽ ഈ കഷ്ടപ്പാടൊന്നും എനിക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന്. പക്ഷെ ഇപ്പോ എനിക്ക് മനസ്സിലായി എല്ലായിടത്തും അതിന്റേതായ പ്രശ്നങ്ങളുണ്ടെന്ന്. ഈ ഒരു കാര്യത്തിൽ യോങ്ങിനോട് എനിക്ക് എപ്പോഴും അസൂയ. അവൾക്ക് അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്. മറ്റുള്ളവരുടെ കൂടെ ഇരുന്ന് അവൾ ചിരിക്കുന്നത് കാണാനേ എന്തു ഭംഗിയാ. ഇത് കേട്ട് ഹാൻ പറയും, ശരിയാ, യോങ് വളരെ ചെറുഫുൾ ആയിട്ടുള്ള പേഴ്സണാ. അവളുടെ കൂടെ ഇരുന്ന സമയം പോകുന്നതേ അറിയില്ല. പക്ഷെ നോക്കു സ്യോജോങ്, എല്ലാവർക്കും അവരുടേതായ പ്ലസ് പോയിന്റ് ഉണ്ട്. നിനക്കും നിന്റേതായ കാര്യങ്ങളിൽ കഴിവുണ്ട്. അത് ഉറപ്പായിട്ട് നീ കണ്ടുപിടിക്കും. ഈ സമയം യോങ് ആണെങ്കിൽ മിസ്റ്റർ കിമ്മിന്റെ കൂടെയാണുള്ളത്. അവൾ എന്നത്തെയും പോലെ അവളുടെ ഡ്യൂട്ടിയായ കിമ്മിന്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കിമ്മിന്റെ മനസ്സിലാണെങ്കിൽ ഇപ്പോഴും ആ നേഴ്സുമാര് പറഞ്ഞ കാര്യം തന്നെയാണ്. അയാൾ ഇപ്പൊ യോങ്ങിനോട് ചോദിക്കും, യോങ്ങേ, ഞാൻ എല്ലാവർക്കും ഒരു ബാധ്യതയാവുന്നുണ്ടോ? എനിക്കറിയാം പെട്ടെന്നൊരു ദേഷ്യം വരുന്ന സ്വഭാവം എനിക്ക്. ഹാന് എന്നെ ഓർത്ത് നാണക്കേട് തോന്നുന്നുണ്ടാവും. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ഓർത്ത് അവൻ പുറത്ത് കാണിക്കാത്തതാവും. അങ്ങനെയൊന്നുമല്ല, ഹാനിന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛൻ അവനൊരു ബാധ്യതയാണെന്ന കാര്യത്തെക്കുറിച്ച് അവൻ എന്നോട് സംസാരിച്ചിട്ടേ ഇല്ല. ഇങ്ങനെയൊന്നും ചിന്തിക്കാതെയെന്നും ചോദിച്ച് യോങ് അയാളെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ ആയിട്ടും അവനൊന്ന് വന്നു പോലും ഇല്ലല്ലോ എന്നും പറഞ്ഞിരിക്കുവാണ് കിം. ഹെയർ കട്ട് കഴിഞ്ഞ് പോകാൻ തുടങ്ങുന്ന യോങ് കാണുന്നത് സ്യോജോങ്ങിനെ ശുശ്രൂഷിക്കുന്ന ഹാനിനെയാണ്. പെട്ടെന്ന് കാണുമ്പോൾ അവളൊന്ന് ഷോക്കായി പോകും. പണ്ടത്തെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇവർ പോകുന്നുള്ളൊരു പേടി. സ്യോജോങ്ങിന്റെ അടുത്ത് ചെന്ന് കാര്യം ചോദിക്കുമ്പോൾ അവൾ കാര്യമൊക്കെ പറയും. ഓൾറെഡി ഹാനിനെ ഒരുപാട് ചീത്ത പറഞ്ഞു, ഇനി നീയും കൂടെ പറയലേന്ന് പറഞ്ഞിരിക്കുകയാണ് അവള്. അവർ സ്യോജോങ്ങിനെ ടാക്സി കയറ്റി വീട്ടിലോട്ട് പറഞ്ഞുവിടും. യോങ്ങിനെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിടാന്ന് പറയുന്ന ഹാനിനോട് അതിന്റെ ആവശ്യമൊന്നുമില്ല, നീ പോയി അച്ഛനെ കാണുന്നും പറഞ്ഞു വിടാണ് അവള്. അവളുടെ മനസ്സ് മുഴുവൻ ഇന്ന് ഹാനിനെയും സ്യോജോങ്ങിനെയും ഒരുമിച്ച് കണ്ട കാഴ്ചയായിരുന്നു. വീട്ടിലോട്ട് സ്യോജോങ് വരുമ്പോൾ മുന്നിലായി തന്നെ ചെറുമോൻ ഉണ്ടായിരുന്നു. അമ്മ എന്നോട് ക്ഷമിക്കുക, ഞാൻ പെട്ടെന്ന് ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഞാൻ ഇങ്ങനെയൊന്നും ഇനി ചെയ്യില്ല എന്ന് പറയുന്ന സ്യോജോങ്ങിനോട് ഞാനും പെട്ടെന്ന് ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞുപോയി. നിനക്കറിയാലോ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് തനിക്ക് അറിയാമെന്നും പറഞ്ഞ് സ്യോജോങ് അകത്തേക്ക് പോകുമ്പോൾ വല്ലാത്തൊരു മുഖഭാവത്തിലിരിക്കുന്ന ചെയർവുമണെ നമുക്ക് കാണാൻ പറ്റും. റൂമിൽ വരുന്ന സ്യോജോങ് മുഴുവൻ നേരവും ചിന്തിക്കുന്നത് ഹാനിനെ കുറിച്ചാണ്. പണ്ട് ഹാൻ ഇവരുടെ ഡേറ്റിംഗ് സമയത്ത് ഇവൾക്ക് ഗിഫ്റ്റ് കൊടുത്ത ആ ഒരു ഷൂസ് അവൾ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അതായത് ഹാനിനോടുള്ള അവളുടെ ഫീലിങ്സ് ഇപ്പോഴും അവളുടെ മനസ്സിലുണ്ട്. രാവിലെ കിമ്മിന്റെ അടുത്തേക്ക് വരുന്ന ഹാൻ കാണുന്നത് ബാഗൊക്കെ പാക്ക് ചെയ്ത് വീട്ടിലോട്ട് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന കിമ്മിനെയാണ്. എത്ര തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും വീട്ടിലോട്ട് പോകണമെന്നും പറഞ്ഞു തന്നെയാണ് അയാൾ നിൽക്കുന്നത്. അതിന്റെ പേര് അയാൾ ഹാനിനോട് ഒരുപാട് ദേഷ്യപ്പെട്ട് പെരുമാറുകയും ചെയ്യും. ഹോസ്പിറ്റലിൽ നിന്ന് പോയ പെട്ടെന്ന് ഹെൽത്ത് കണ്ടീഷൻ മോശമായാൽ പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇനിയും മെഡിക്കേഷൻ ഒക്കെ എടുക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ടും കിം കേൾക്കില്ല. വീട്ടിൽ ചെന്നാൽ ഇതെല്ലാം നടക്കുമല്ലോ എന്നും പറഞ്ഞാണ് അയാൾ നിൽക്കുന്നത്. രാവിലെ തന്നെ സ്യോജോങ്ങിനെയും കൊണ്ടുപോകുന്ന ജോണ് ഇപ്പൊ അവളോട് ചോദിക്കും, കുറെ നാൾക്ക് ശേഷം ഫ്രണ്ടിനെ കണ്ട സന്തോഷം നിനക്കുണ്ടല്ലേ? പണ്ട് നമ്മുടെ അവിടെ എന്ത് ഫണ്ണായിരുന്നല്ലേ? ആ മാനേജർ ഒരു തെണ്ടിയായിരുന്നെങ്കിൽ പോലും. അതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാ നീ അവിടെ സംഭവിച്ച പ്രശ്നങ്ങളെ കുറിച്ച് അറിഞ്ഞോ? ആ മാനേജറിന് ഒരു ആക്സിഡന്റ് സംഭവിച്ചത് ഞാൻ ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ കുറെ വൈകി അതിനെ കുറിച്ച് പറഞ്ഞ് ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട അയാളെ പിന്നീട് കിട്ടിയ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടെന്ന് ഞാൻ കേട്ടെ. കുറച്ചു നാള് കഴിഞ്ഞപ്പോ അയാളെ കാണാണ്ടിയായി. ഇതെല്ലാം കേൾക്കുന്ന സ്യോജോങ്ങിന് പഴയ ഓർമ്മകൾ വന്ന് അവള് വല്ലാണ്ട് ഡിസ്റ്റർബ് ആവാണ്. ഇതിനെ കുറിച്ച് സംസാരിക്കണ്ട, എനിക്ക് കേൾക്കാൻ ഇഷ്ടമല്ല എന്ന് അവൾ ജോണിനോട് പറയും. ഇതേ സമയം മറ്റൊരു ഭാഗത്തൊരു തൊഴിലാളിയെ കാണിക്കുന്നുണ്ട്. പണിയൊക്കെ ചെയ്ത് ആകെ അവശനായിട്ട് നിൽക്കുന്ന ഇയാളെ നോക്കുമ്പോൾ അത് ആ മാനേജറാണ്. പണ്ടത്തെ പോലെയല്ല, വല്ലാത്ത ദയനീയ അവസ്ഥയാണ്.
പണ്ട് അയാൾ വർക്കേഴ്സിനെ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചോ അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള അയാളുടെ ബോസിന്റെ അടുത്ത് നിന്ന് ഇയാൾക്ക് കേൾക്കുന്നുണ്ട്. ആ ആക്സിഡന്റിന് ശേഷമായിരിക്കണം ഒരു കൈ ഇപ്പോൾ അയാൾക്ക് പൊക്കാൻ പറ്റുന്നില്ല. അത് വെച്ച് പണിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഗ്രാമത്തില് ചെറിയൊരു കുടിലിലാണ് താമസിക്കുന്നത്. അയാളുടെ അടുത്ത് പണ്ടത്തെ യോങ്ങിന്റെയും ടീമിന്റെയും ഫോട്ടോ ഇപ്പോഴും ഉണ്ട്. അതിലെ സ്യോജോങ്ങിന്റെ ഫോട്ടോയിലേക്ക് നോക്കി ഇതിനെല്ലാം കാരണം നീയാണെന്നും പറഞ്ഞു നിൽക്കുന്ന അയാളെ നമുക്ക് കാണാം. കെട്ടാകുമ്പോ രാവിലെ തന്നെ പാർലറിലേക്ക് വരുന്ന സ്യോജോങ് തനിക്ക് ഇന്നൊരു ഹെയർ സ്റ്റൈലിസ്റ്റിന് ആവശ്യമുണ്ടെന്നും പറഞ്ഞ് അവിടെ നിന്ന് യോങ്ങിനെയും പൊക്കിക്കൊണ്ട് പോവാണ്. എങ്ങോട്ടാണെന്ന് എത്ര ചോദിച്ചിട്ട് അവൾ പറയുന്നില്ല. ഇതേസമയം വീട്ടിലോട്ട് കിമ്മു വന്ന കാര്യം അറിഞ്ഞ് ഓടിയെത്തിരിക്കുകയാണ് സ്യോങ്. നിങ്ങളിപ്പോ എന്തിനാ ഡിസ്ചാർജ് വാങ്ങിയെന്ന് അവളും കുറെ ചോദിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് ബുക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട്, വീട്ടിൽ എപ്പോഴും ഉണ്ടാവാൻ പറ്റില്ല, നിങ്ങൾ ഇതിനകത്ത് ആരാ നോക്കാനെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അതിന് കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ എന്ന് പറയണ അയാള്. കൊച്ചുകുട്ടിയൊന്നും ആയിരിക്കില്ല, പക്ഷെ ഒരു പേഷ്യന്റാ, വാശി പിടിക്കാതിരുന്നൂടെ, നിങ്ങൾ ഇങ്ങനെ പെരുമാറിയ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ, ഞാൻ എന്ത് ബുദ്ധിമുട്ട് അതിനെ നിനക്കുണ്ടാക്കിയെന്നൊക്കെ ചോദിച്ച് അയാളും ഒന്നും രണ്ടും പറയുന്നുണ്ട്. കുഴപ്പമില്ല, ഇപ്പം മെഡിസിൻ കഴിക്കുമെന്നും പറഞ്ഞ് സ്യോങ് മെഡിസിൻ എടുത്ത് കൊടുക്കുമ്പോൾ എനിക്കിപ്പോ വേണ്ടെന്നല്ലേ പറഞ്ഞെന്നും പറഞ്ഞ് അയാൾ അത് തട്ടിമാറ്റും. അതുകൂടെ കാണുമ്പോൾ ഹാനിന്റെ കൺട്രോളോ, അച്ഛൻ ഒന്ന് നിർത്താവോ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സെൽഫിഷ് ആയ പെരുമാറുന്നേ, നിങ്ങളുടെ ചുറ്റുമുള്ളവരെ കുറിച്ച് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ, നിങ്ങൾക്ക് അറിയോ എന്തിനാ ഞാൻ ബോക്സിങ്ങിന് പോയെന്ന്, നിങ്ങളെ തോപ്പിക്കാനാ, നിങ്ങളെക്കാൾ സ്ട്രോങ്ങറായി, നിങ്ങളെക്കാൾ വീക്ക് ആയതുകൊണ്ടാ എന്റെ അമ്മയെ പോലും ഇപ്പൊ പെട്ടെന്ന് സേരി വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു ടോക്ക് അവിടെ നിൽക്കും. ഇപ്പൊ യോങ്ങിനെ സ്യോജോങ്ങിനെ നോക്കുമ്പോൾ സ്യോജോങ് അവളെയും കൂട്ടിക്കൊണ്ട് വന്നത് പണ്ട് ഇവര് പഠിച്ചിരുന്ന ആ കോളേജിലേക്കായിരുന്നു. അവിടെ അവരുടെ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്. വലിയ മാറ്റമൊന്നും ആ സ്ഥലത്തിന് സംഭവിച്ചിട്ടില്ല. നിനക്കറിയോ, ഇവിടെ നിന്ന് പോയതിനു ശേഷം എപ്പോഴും എന്തെങ്കിലും മോശം ഡേ എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് അപ്പോ ആലോചിക്കാൻ കുറച്ച് നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. നിന്റെ കൂടെ ക്ലാസ്സിന് പോകുന്നത്, നിന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നത്, യോങ്മിയുടെയും യോങ്ബയുടെയും കൂടെ ഇരിക്കുന്നത്, പിന്നെ ഹാൻ ഇഷ്യൂ നിനക്കറിയില്ലേ, ഹാൻ ഞങ്ങളുടെ ഡേറ്റിങ്ങിന് വാങ്ങി തന്നതാ. ഇത് വിട്ടോണ്ടാ ഞാൻ എവിടെ നിന്ന് ഓടിപ്പോയെ. അന്ന് അവനെ ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചു, പക്ഷെ ഞാൻ ഒന്നുകൂടെ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും അവനോടുള്ള ഇഷ്ടം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. കാരണം അവൻ എന്റെ ഫസ്റ്റ് ലവ് അല്ലേ. എനിക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. നീ എന്നെ ഹെൽപ്പ് ചെയ്യില്ലേ? യോങ് ഈ കേട്ടതിന്റെ ഷോക്കിലാണ്. കുറച്ചു നേരത്തേക്ക് അവൾ ഒന്നും പറയില്ല. അവളുടെ വായിന്ന് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന വാക്ക് കേൾക്കാൻ പ്രതീക്ഷിച്ചിരിക്കുവാണ് സ്യോജോങ്. കാരണം യോങ്ങിന് ഹാനിനോടുള്ള ഇഷ്ടം സ്യോജോങ്ങിനും അറിയാലോ. ഇപ്പൊ യോങ് പറയും, അവൻ എന്റെയും ഫസ്റ്റ് ലവ് ആയിരുന്നു. അന്ന് എനിക്ക് എന്റെ ഫീലിങ്സ് പുറത്തേക്ക് എടുക്കാൻ പറ്റിയില്ല. നിന്നെ എന്റെ ഫാമിലിയുടെ അത്ര തന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇനിയും എനിക്ക് എന്റെ ഫീലിങ്സ് മറച്ചു വെക്കാൻ പറ്റില്ല. എനിക്കും അവന് വേണ്ടി ഫൈറ്റ് ചെയ്യണം സ്യോജോങ്ങി. അതുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്യോജോങ് അറിയും, ശരിയാ, നീ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഹാനിന്റെ ഇഷ്ടമല്ലേ, അവൻ ആരെ ഇഷ്ടപ്പെടുന്നതെന്നല്ലേ. ഈ ഒരു സീനോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഹാനിന് വേണ്ടി രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പ് വരെ മറന്ന് അടിപിടിക്കുന്നതിന് നമ്മൾ കാണേണ്ടി വരും, അതോ ആരെങ്കിലും ഒരാളെ വിട്ടുകൊടുക്കും? നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം.